അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലി വസ്വഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി എന്താണ് നാം ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചാണ്. നമ്മൾക്ക് എല്ലാവർക്കുമുള്ള ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ റാഹത്തും ബറക്കത്തും ഇസ്സത്തും ഒക്കെ വേണമെന്നുള്ളത്. പ്രയാസങ്ങളൊക്കെ മാറി ഒരു വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അമൽ നിങ്ങൾ പതിവാക്കണം. ഈ പറയുന്ന അമൽ ചെയ്യാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഴിപ്പെട്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നുമാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. എന്ത് ഞാൻ ചെയ്യും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ചില സമയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകാറുണ്ട്. നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ആരോടും പറയാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരെ ഉണ്ടാകാറുണ്ട്. എനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്ന് കരുതുന്നതിന് പകരം എനിക്ക് ഇത് നന്മയാണെങ്കിൽ നൽകണമേ റബ്ബേ, നന്മയല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് എനിക്ക് നൽകണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാകില്ല. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വരുമാനത്തിൽ ബറക്കത്ത് ഉണ്ടാകണം, കുടുംബത്തിൽ ബറക്കത്ത് ഉണ്ടാകണം, നമ്മുടെ മക്കൾ നന്നാകണം. ഇങ്ങനെയെല്ലാം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാറുണ്ട്. നമ്മൾക്കൊരു പ്രയാസം വന്നാൽ തളരാതെ നമ്മൾ അതിന് വേണ്ടി പൊരുതണം. നമ്മൾക്കൊരു പ്രയാസം വന്നാൽ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ തന്നെ എല്ലാവിധ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമ്മൾക്ക് തീരും. അള്ളാഹുവിനോട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ശരിയാകാറുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് എപ്പോഴും സമർപ്പിക്കണം. ചില ആളുകൾക്ക് സങ്കടങ്ങൾ വന്നാൽ മറ്റുള്ളവരോട് തുറന്ന് പറഞ്ഞാൽ തന്നെ സങ്കടങ്ങൾ ഒരുപാട് മനസ്സിൽ നിന്ന് പോകാറുണ്ട്. അത് നമ്മൾ അള്ളാഹുവിനോട് പറയുക, അപ്പോൾ പെട്ടെന്ന് ഉത്തരം നൽകും. മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയുള്ള ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. സൂറത്തിൻ്റെ പേരാണ് മുസമ്മിൽ. രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദിൻ്റെ സമയത്ത് സുബ്ഹിൻ്റെ കുറച്ച് മുമ്പ് എഴുന്നേറ്റാൽ മതി. എഴുന്നേറ്റിട്ട് വുളൂ ചെയ്ത് നല്ല നിയ്യത്തോടെ സൂറത്തുൽ മുസമ്മിൽ പതിവാക്കുക. തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഖിബ്ലക്ക് മുന്നിട്ട് നല്ല നിയ്യത്തോടു കൂടി 2 റക്അത്ത് നിസ്കരിച്ച് ദുആയും മറ്റു ദിക്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ മുസമ്മിൽ ഒരു തവണ ഓതുക. ഒരു തവണ മാത്രം ഓതിയാൽ മതി. ഇങ്ങനെ നിങ്ങൾ തുടർന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വെച്ചടി കയറ്റമുണ്ടാകും. പ്രയാസങ്ങൾ മാറിക്കിട്ടും, മുറാദ് ഹാസിലാവുകയൊക്കെ ചെയ്യും. നമ്മൾ ദുആ ചെയ്യുകയും കൂടി വേണം. നമ്മൾ ദുആ ചെയ്ത ഉടനെ തന്നെ ഫലം കാണണമെന്നില്ല. അപ്പോൾ ചിലർ ചിന്തിക്കും, എൻ്റെ ദുആ എന്താ സ്വീകരിക്കാത്തേ, ഞാൻ ഇത്രയും ദുആ ചെയ്തിട്ട് എന്താ പടച്ചോൻ എൻ്റെ ദുആ സ്വീകരിക്കാത്തേ എന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത വരാൻ തന്നെ പാടില്ല. പകരം അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുക. എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്ന വിശ്വാസം നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ ഒരു ദിവസം ദുആ ചെയ്ത് ഉത്തരം കിട്ടിയില്ല എങ്കിൽ അത് നിർത്തരുത്, തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ വരെ അള്ളാഹുവിന് അറിയാം. എല്ലാവരും സൂറത്തുൽ മുസമ്മിൽ തഹജ്ജുദിൻ്റെ സമയത്ത് പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ഫലം കാണും. അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നന്മ നിറയ്ക്കണമേ നാഥാ. ഞങ്ങളുടെ ഉപജീവനത്തിൽ ബറക്കത്ത് നൽകണമേ റബ്ബേ. ഞങ്ങളുടെ പ്രയാസങ്ങളെ എളുപ്പമാക്കി തരണേ.
ഹലാലായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണമേ നാഥ. നേരായ വഴിയിൽ ഉറപ്പിച്ച് നിർത്തണേ നാഥ. ദുനിയാവിലും ആഖിറത്തിലും നന്മ നൽകണമേ റബ്ബേ. നമ്മുടെ കഴിവിന് കഴിയുന്നത്ര പരിശ്രമം ചെയ്യുക. അതോടൊപ്പം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദുആ മാത്രമായിട്ട് കാര്യമില്ല, നമ്മളുടെ ഭാഗത്തു നിന്ന് നല്ല പരിശ്രമം കൂടി ഉണ്ടാകണം. എന്നാലേ നമ്മൾ വിജയിക്കുകയുള്ളൂ. അള്ളാഹു നമ്മുടെ ദുആയെ സ്വീകരിക്കും. നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്ന വിശ്വാസം നമുക്ക് വേണം. അപ്പോൾ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും എല്ലാം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ഇസ്ലാമിക വീഡിയോകൾക്കായി നൂറ് ദുആ എന്ന ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.